ഇന്ന് സഫർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. വളരെ പ്രധാനപ്പെട്ട ഈ രാത്രിയിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ സ്വലാത്ത് മൂന്ന് തവണ ചൊല്ലിയിട്ട് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നമ്മുടെ എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ എത്ര വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടവരാണെങ്കിലും അതിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കാൻ അത് കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോ. മൂന്ന് തവണ മാത്രമാണ് ചൊല്ലേണ്ടത്. മഹത്തുക്കളൊക്കെ പറയുന്നുണ്ട്, ആ 3 തവണ ചൊല്ലുന്നതോടുകൂടെ 63 തവണയും കൂടെ ചൊല്ലാൻ സാധിച്ചാൽ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം, അത് ചൊല്ലേണ്ടുന്ന ദിവസങ്ങളെക്കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനും കൂടെ കാരണമാകുമെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അഭിലാഷമല്ലേ അത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച ആ മൺതരിയിലൂടെ നമുക്ക് കൂടുതൽ കാലം നടക്കാൻ സാധിച്ചില്ല. ആ ഹബീബായ തങ്ങൾ ജീവിച്ച കാലത്തിലെ ഒരു ചെറു പ്രാണിയായിരുന്നെങ്കിൽ എന്ന് കവികൾ പറഞ്ഞ പോലെ നമ്മളതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ജീവിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറിഞ്ഞു. സ്വപ്നത്തിലെങ്കിലും നമുക്ക് കാണണം. അതിനൊരു വഴിത്തിരിവാകും ഈ സ്വലാത്ത് എന്നുള്ളത്. അപ്പോൾ എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ കാരണമാകുന്ന, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ കിട്ടാൻ കാരണമാകുന്ന ആ സ്വലാത്ത് സ്ക്രീനിൽ കാണിക്കും. ഇൻഷാ അല്ലാഹ് 3 തവണയാണ് ചൊല്ലേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ എഴുതി അറിയിക്കുക. എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും എഴുതി അറിയിക്കുക. രാത്രിയുള്ള മജ്ലിസിലും വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയൊക്കെ മജ്ലിസുകളിൽ പ്രത്യേകം ദുആ ചെയ്യും. രോഗങ്ങളുള്ളത്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ എല്ലാ ദുആ വസിയത്തുകളും താഴെ കേൾക്കുന്ന ഉടനെ തന്നെ എഴുതി അറിയിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്വലാത്താണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കി അക്ഷരത്തെറ്റ് കൂടാതെ വായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്വലാത്ത് 3 തവണ പതിവാക്കുകയാണെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ തീർച്ച നമ്മുടെ എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും അത് വീട്ടിക്കിട്ടാൻ അത് കാരണമാകും. എത്ര വലിയ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ അകപ്പെട്ടതാണെങ്കിലും അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അത് കാരണമാകും. നമ്മുടെ ഏത് മുറാദുകളും മനസ്സിൽ വെച്ച് ചൊല്ലാവുന്നതാണ്. എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി ബിഖദ്രി അളമതി ദാതിക യാ അഹദ് ബിഖദ്രി അളമതി ദാതിക യാ അഹദ്. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه بقدر عظمة ذاتك يا أحد. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه بقدر عظمة ذاتك يا أحد. വളരെ പവിത്രമേറിയ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ എത്ര വലിയ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകും. ഇതിന് 3 തവണ എല്ലാ രാത്രിയിലും ചൊല്ലലിന് പതിവാക്കിക്കോ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവെത്തുന്ന സമയത്ത് ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കൂടി കാണുവാൻ ആഗ്രഹിക്കുന്നവർ 63 പ്രാവശ്യം ചൊല്ലലിനെ പതിവാക്കണം. ഇത് ഏതെല്ലാം ദിവസങ്ങളിലാണ് ചൊല്ലേണ്ടത് എന്നും മഹത്തുക്കൾ പറയുന്നുണ്ട്. ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച എന്നീ രാത്രികളിൽ തുടർച്ചയായി 63 പ്രാവശ്യം ഇത് ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ ഗുണങ്ങൾ ലഭിക്കും. അന്ന് വേണമെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച ശേഷമാണ് ചൊല്ലാൻ ചില ഇമാമുമാരൊക്കെ പറയുന്നത്. അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് എന്ന സൂറത്തും 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖദ്റും പാരായണം ചെയ്യുക. ഈ സ്വലാത്ത് വളരെ പവിത്രമേറിയ സ്വലാത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ചില സംഭവങ്ങളൊക്കെ ഇമാമുമാരെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്.
ഞാനതൊന്നും ഇവിടെ പറഞ്ഞ് അത് സങ്കീർണമാക്കുന്നില്ല. സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായിട്ട് ഇത് ചൊല്ലേണ്ടുന്ന രീതിയെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന ദിവസങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇത് സഫർ മാസമാണ്, നമുക്കൊക്കെ അറിയാം. സഫർ മാസമാകുമ്പോഴേക്ക് പല ആളുകളും സഫറാണ്, സഫറിലൊന്നും തുടങ്ങാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. സഫർ മാസം എന്ന് മാത്രമല്ല, പൊതുവേ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല ബറക്കത്തോടു കൂടെ ചെയ്യേണ്ടുന്നതൊക്കെ അതിൻ്റെതായ സമയത്ത് ചെയ്ത് നല്ല റാഹത്തോടു കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചില ദിവസങ്ങളൊക്കെ നഹ്സുള്ള ദിവസങ്ങളുണ്ട്, നമ്മുടെ ആലിമീങ്ങളൊക്കെ അത് പരിഗണിക്കുന്നതാണ്. അങ്ങനെ നഹ്സുള്ള ദിവസങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സഫറിൻ്റെ ഒടുവിലത്തെ ബുധൻ എന്ന് പറയുന്നത് നഹ്സുള്ള ദിവസമാണ്. അങ്ങനെയാണ് പൂർവ്വസൂരികൾ നമ്മെ പരിചയപ്പെടുത്തിയത്. നമ്മളും തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ദിവസം മാറ്റി വെക്കാറുണ്ട്. അങ്ങനെയുള്ളത് മാറ്റിവെച്ചാൽ സഫർ മൊത്തം ഒന്നിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ മാസത്തിൽ വിവാഹം ചെയ്യാതെ, ആ മാസത്തിൽ കാര്യങ്ങളൊന്നും ചെയ്യാതൊക്കെ പോകുന്നവരുണ്ട്. അതിനെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ പറയാം ഇൻഷാ അല്ലാഹ്. നിങ്ങളത് ആ സമയത്ത് കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിച്ചു വെക്കുക. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച രാവിനെ കുറിച്ച് പറയാമെന്നതാണല്ലോ. വെള്ളിയാഴ്ച രാവാണ് ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളിയാഴ്ച രാവ് വളരെ പവിത്രമേറിയ ഈ രാവ് നമ്മൾ ദിക്റുകളെ കൊണ്ടും ഇബാദത്തുകളെ കൊണ്ടൊക്കെ സജീവമാക്കണം. ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലും പറയാറുള്ളത് പോലെ തന്നെ 1000 ഇസ്തിഗ്ഫാർ ചൊല്ലാൻ സാധിക്കണം, പറ്റില്ലെങ്കിൽ 100 തവണ. 1000 തഹ്ലീൽ ചൊല്ലാൻ സാധിക്കണം, പറ്റില്ലെങ്കിൽ 100 തവണ. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം, സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, അർ-റഹ്മാൻ, ഇങ്ങനെ തുടങ്ങി ഓതേണ്ട സൂറത്തുകൾ, സൂറത്തു സജദ ഉൾപ്പെടെയുള്ള എല്ലാ സൂറത്തുകളും പാരായണം ചെയ്യണം. സൂറത്തുൽ ഇഖ്ലാസ്, ആയത്തുൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സൂറത്തുകളൊക്കെ, ആയത്തുകളൊക്കെ, പവിത്രമേറിയ ആയത്തുകളൊക്കെ പാരായണം ചെയ്യണം. അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ പദം അത് ധാരാളമായിട്ട് ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. വെള്ളിയാഴ്ച രാവ് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ തസ്ബീഹ് മാല അല്ലെങ്കിൽ കൗണ്ടർ ഇതൊക്കെ വേണം. ഉറങ്ങുമ്പോൾ ഉറക്കിലേക്ക് വഴുതി വീഴണം. വഴുതി വീഴുന്നത് നമ്മൾ തസ്ബീഹ് മാലയുടെ ജപമണികൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിങ്ങനെ മറിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ വഴുതി വീഴണം ഉറക്കിലേക്ക്. അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മരണപ്പെടുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ, ആരുടെയെങ്കിലും അവസാന കലാം മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെയെങ്കിലും അവസാന കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സാധാരണ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. വരാനിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ലേ പറയേണ്ടത്. പ്രവേശിക്കും എന്ന് പറയാതെ പ്രവേശിച്ചിരിക്കുന്നു, അത്രയും ഉറപ്പാണത്. അപ്പോൾ അത് നമ്മുടെ അവസാന പദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മരണപ്പെടുന്ന സമയത്ത് അങ്ങ് ചൊല്ലാന്ന് തീരുമാനിച്ചാൽ നടക്കൂല. നമ്മുടെ നാക്കതിന് വഴങ്ങി കിട്ടൂല എന്നാണ്. അതാണല്ലോ എത്രയോ സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ കാണാം. അവരൊക്കെ സ്വഹാബാക്കളൊക്കെ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്തുണ്ടായി, നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹവാസമുണ്ടായി. അങ്ങനെ വലിയ ബറക്കത്തുള്ളവരാണ്. അവരൊക്കെ വലിയ ഉന്നതമായ സ്ഥാനത്തുള്ളവരാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഉലിയാക്കളുണ്ടല്ലോ, ആ ഉലിയാക്കളുടെയൊക്കെ എത്രയോ ഉന്നതമായ സ്ഥാനത്തുള്ളവരാണ് മഹാരഥന്മാരായ സ്വഹാബാക്കൾ. അവരുടേത് കഴിഞ്ഞിട്ടേ ഔലിയാക്കൾക്കൊക്കെ സ്ഥാനത്തുള്ളൂ. താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ഇവരുടേതൊക്കെ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ അവരെക്കാളൊക്കെ ഉന്നതിയിൽ നിൽക്കുന്ന സ്വഹാബാക്കൾ, അവർക്ക് വരെ ചില സന്ദർഭങ്ങളിൽ ചില സിറുകൾ കാരണമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റിയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഒരു ദൂതനെ പറഞ്ഞയച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ട് ചൊല്ലാൻ സാധിക്കാതെ വരുമ്പോൾ നബി തങ്ങൾ വന്ന് ഇടപെട്ട് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കപ്പെട്ടിട്ടാണ് അവർക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയിട്ടുള്ളത്. നിങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ചരിത്രം പറയാൻ പറ്റുമോ? നിങ്ങൾ ഓർമ്മയുള്ള ഒരു സ്വഹാബിയുടെ പേര് പറഞ്ഞാൽ മതി. ചരിത്രം പറയണ്ട, ചരിത്രം പറയാൻ പറ്റുന്നവരൊന്ന് എഴുതുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ ചൊല്ലാൻ പറ്റാതിരുന്നവർക്ക് പിന്നീട് ചൊല്ലാൻ സാധിച്ചു. അവരൊക്കെ ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. നമുക്ക് അതേപോലെ സാധിക്കണം. അതിന് നമുക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദവുമായിട്ട് നമുക്ക് ദുനിയാവിൽ ജീവിതകാലത്ത് എത്ര ബന്ധമുണ്ടോ അതിനനുസരിച്ച് നമുക്കത് ചൊല്ലാൻ പറ്റുന്നില്ലാണ്. അപ്പം അത്രയും ബന്ധം നമുക്ക് വേണം. ആ ബന്ധം ഉണ്ടാക്കി തീർക്കുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ.
അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വതക്കകൾ അധികരിപ്പിക്കുക, സ്വതക്കകൾ വർദ്ധിപ്പിക്കുക. ഉള്ളതിൽ നിന്ന് കൊടുത്താൽ മതി. സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക. സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ് സുന്നത്ത്. ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും ചൊല്ലിയാൽ വർദ്ധിപ്പിച്ചവനായി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.